ഹായ്, എൻ്റെ പേര് അഖിൽ എന്നാണ്. ഞാൻ ആപ്കോ ഹ്യുണ്ടായിലെ സെയിൽസ് കൺസൾട്ടൻ്റ് ആണ്. ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് ക്രെറ്റയിൽ വരുന്ന ഗിയർ ഷിഫ്റ്റേഴ്സും അതുപോലെ തന്നെ ട്രാൻസ്മിഷൻസിൻ്റെയും വേരിയൻസ് ആണ് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് രണ്ട് തരം ഫ്യൂവൽസാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്ന് പെട്രോളാണ്, അടുത്തത് ഡീസലാണ്. പെട്രോളിലേക്ക് വരുമ്പോൾ നമുക്ക് മാനുവൽ ട്രാൻസ്മിഷനും അതുപോലെ തന്നെ IVT ട്രാൻസ്മിഷനുമാണ് വരുന്നത്. IVT എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. ഇൻ്റലിജൻറ്റ് വേരിയബിൾ ട്രാൻസ്മിഷൻ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തത് വരുന്നത് പെട്രോളിൽ തന്നെ ടർബോ വേരിയൻറ്റ് വരുന്നുണ്ട്. അതിലും നമുക്ക് മാനുവലും DCT ട്രാൻസ്മിഷനുമാണ് വരുന്നത്. DCT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. പിന്നെ വരുന്നത് ഫ്യൂവല് ഡീസലാണ്. ഡീസലിലേക്ക് വരുമ്പോൾ AT ട്രാൻസ്മിഷനും അതുപോലെ തന്നെ നമുക്ക് AT ട്രാൻസ്മിഷനും അതുപോലെ തന്നെ നമുക്ക് മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. പവർ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ പെട്രോളിൽ നോൺ ടർബോ ഐറ്റംസിന് ഏകദേശം ഒരു 115-116 റേഞ്ചിലാണ് PS പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്.